ഒരു ബൈക്കിൻ്റെ റിവ്യൂ ആണ്. യമഹയുടെ MT-15 റിവ്യൂ ആണ്. നമ്മളിപ്പോൾ MT-15 ആയിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി പള്ളിയുടെ അടുത്താണ്. അപ്പോൾ നമുക്ക് ഈ ബൈക്കിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. യമഹ പുറത്തിറക്കിയിരിക്കുന്ന 150 കാറ്റഗറി BS6 സിംഗിൾ സിലിണ്ടർ MT-15 ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മാക്സിമം പവർ വരുന്നത് 18.23 bhp ആണ്. ഇത് 10,000 RPM ലഭിക്കുന്നത്. ഇതിൻ്റെ മാക്സിമം ടോർക്ക് വരുന്നത് 13.9 Nm ടോർക്കാണ്. ഇത് 8500 RPM തന്നെ ലഭിക്കുന്നുണ്ട്. ഇതിൽ വരുന്ന ട്രാൻസ്മിഷൻ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. ഇതിൽ പിന്നെ എടുത്തു പറയേണ്ട സ്പെസിഫിക്കേഷനിനകത്ത് വരുന്ന ഇതിൽ വരുന്ന ക്ലച്ച് എന്ന് പറയുന്നത് സ്ലിപ്പർ ക്ലച്ചാണ്. ഇതിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടൈപ്പ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഫ്യൂൽ കപ്പാസിറ്റി ഏകദേശം 10 ലിറ്ററോളമാണ്. ഇതിൻ്റെ മൈലേജ് വരുന്നത് 45 കിലോമീറ്ററാണ്. കൂടാതെ ഇതിനകത്ത് ബ്രേക്കിംഗ് സിസ്റ്റം എടുത്തു പറയേണ്ടത് സിംഗിൾ ചാനൽ ABS ആണ് ഇതിൽ ലഭിക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ സൈസ് വരുന്നത് 282 ആണ്. ബാക്ക് 220 mm ആണ് ഇതിൻ്റെ ബ്രേക്ക് ഡിസ്ക് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ 41 mm ഡയമീറ്ററുള്ള ടെലസ്കോപ്പിക് ഫോർക്കും ഇതിൻ്റെ ബാക്ക് സസ്പെൻഷൻ ലിങ്ക്ഡ് ടൈപ്പ് മോണോക്രോസ് സസ്പെൻഷനുമാണ് വരുന്നത്. ഈ വാഹനത്തിന് ഏകദേശം 2020 mm ലെങ്തും 800 mm വിഡ്ത്തുള്ള ഒരു വാഹനമാണ്. ഇതിൻ്റെ ഏകദേശം ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 170 mm ആണ്. ഇതിന് ടോട്ടൽ വെയിറ്റ് വരുന്നത് 138 കിലോഗ്രാമാണ്. ഇതിന് മാനുഫാക്ചർ വാറൻറ്റി വരുന്നത് 2 ഇയർ ആണ്. കിലോമീറ്റർ വാറൻറ്റി ഒരു 30,000 കിലോമീറ്ററാണ് കമ്പനി നൽകുന്നത്. കൂടാതെ ഇതിൽ ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, ഫ്യൂവൽ ഗേജ്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഡിജിറ്റലായി ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നുണ്ട്. എൻജിൻ കിൽ സ്വിച്ച് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ എടുത്തു പറയേണ്ട ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LED പ്രൊജക്റ്റഡ് ടൈപ്പ് ഹെഡ്ലാമ്പാണ്. ഒരു രക്ഷയില്ലാത്ത വെട്ടമാണ് ഇതിന് ലഭിക്കുന്നത്. ഇതിൻ്റെ ടയർ വരുന്നത് അലോയ് 17 ഇഞ്ച് സൈസിലാണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ടയർ 100/80 ആണ്. ഇതിൻ്റെ ബാക്ക് ടയർ വരുന്നത് 140/70 റേഡിയൽ ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. 1,70,000 മുകളിൽ ഓൺ റോഡ് വില വരുന്നൊരു വാഹനമാണിത്. ഏകദേശം ഒരു 55,000 മുകളിൽ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വാഹനം ഇറക്കിക്കൊണ്ട് പോകുന്നതാണ്. ഒരു 4,500 രൂപ വെച്ച് EMI ഏകദേശം വരുന്നതാണ്. ഓരോ സ്ഥലങ്ങളിലനുസരിച്ച് അത് വ്യത്യാസം വരും. പിന്നെ വൈറ്റ് ആണെങ്കിൽ ഒരു 2,000 രൂപ അഡീഷണൽ ഇതിന് പെയിൻറ്റിന് ചാർജ് വരുന്നുണ്ട്. ഇതിൻ്റെ റൈഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പില്യൺ സീറ്റ് അത്ര കംഫർട്ടബിൾ അല്ല. ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോഡറേറ്റ്ലി സ്റ്റിഫാണ്. അതായത് അത്ര സോഫ്റ്റും അല്ല അത്ര ഹാർഡും അല്ലാത്ത സസ്പെൻഷനാണ്. കൂടാതെ ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ബൈക്കും അതുപോലെ നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നവർക്കും ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വണ്ടിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പവർ കൊടുക്കുന്ന അനുസരിച്ച് പവർ നന്നായിട്ട് കയറി വരുന്ന ഒരു വണ്ടിയും കൂടിയാണ്. ഈ വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റർ ഒഴികെ ബാക്കി എല്ലാ ലൈറ്റുകളും LED ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ സാധാ ബൾബാണ് വരുന്നത്. നേക്കഡ് ബൈക്ക് കാറ്റഗറിയിൽ ഇത്രയും അഗ്രസീവായിട്ടുള്ള ഒരു ലുക്കുള്ള വാഹനം വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ഇതിൻ്റെ DRL കാണുമ്പോൾ 2 കണ്ണ് പോലെയാണ്. ഒരു മനുഷ്യൻ നമ്മളെ നോക്കുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ DRLൻ്റെ താഴെയായിട്ടാണ് പ്രൊജക്റ്റഡ് ടൈപ്പ് ഹെഡ്ലാമ്പ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആ ഹെഡ്ലാമ്പ് അവിടെ ഉണ്ടെന്ന് ഒട്ടെന്ന് നമുക്ക് കാണാൻ പോലും കഴിയത്തില്ല.
ആ രീതിയിലാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ ഗ്രാഫിക്സൊക്കെ നല്ല ഒരു മനോഹരമായ ഒരു ഗ്രാഫിക്സ് തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കീ ഹോൾ വരുന്ന ടാങ്കിനോട് ചേർന്നാണ്. കൂടാതെ ഇതിൻ്റെ ഡിസ്പ്ലേ നല്ല വെയിലത്ത് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ 2 റിയർ വ്യൂ മിററുകളും നല്ല രീതിയിൽ വിസിബിലിറ്റി തരുന്നതാണ്. അപ്പോൾ ഇതാണ് പുതുപ്പള്ളി പള്ളിയുടെ ഭാഗമാണ്. പുതുപ്പള്ളി പള്ളിയുടെ ഭാഗത്താണ് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നേക്കുന്നത്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇത് പള്ളിയുടെ സൈഡ് വശത്തുള്ള ഒരു റോഡാണ്. റോഡിൻ്റെ ഒരു സൈഡിൽ കണ്ടമാണ്, അങ്ങേ സൈഡിലായിട്ടാണ്, അതിൻ്റെ അപ്പുറത്തെ സൈഡായിട്ടാണ് പള്ളി കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് പുതുപ്പള്ളി പള്ളി. ഈ പുതുപ്പള്ളി പള്ളിയുടെ തൊട്ട് സൈഡിലായിട്ടൊരു പുഴ ഒഴുകുന്നുണ്ട്. ഈ പുഴയുടെ സൈഡിലായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ അപ്പുറത്തായിട്ടൊരു പാലമുണ്ട്. ഈ പാലമാണ്, ഇതാണ് മെയിൻ റോഡ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ആക്കി വെക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.